ഒരു വീടിൻ്റെ ബുദ്ധിമുട്ടാണ്. രണ്ടുപേർ പ്രായമായ മനുഷ്യരാണ്. പക്ഷെ പുറത്തിറങ്ങിയാൽ ചുറ്റും വവ്വാലുകളാണ്. വവ്വാലിൻ്റെ ശബ്ദം, ഇവയുടെ കാഷ്ടമുണ്ടാക്കുന്ന ദുർഗന്ധം. നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. തൃശ്ശൂർ ദേശമംഗലത്തേക്കൊന്ന് പോകാം. തൃശൂർ ദേശമംഗലം പള്ളം കനാൽ റോഡിൽ ആരങ്ങാട്ട് വീട്ടിൽ ജാനകിയുടെ പറമ്പിലാണ് ആയിരക്കണക്കിന് വവ്വാലുകൾ വന്ന് സ്ഥിരതാമസമാക്കിയിരിക്കുന്നത്. വീടിന് മുന്നിലെ പൂവം എന്ന മരത്തിലാണ് 2 മാസം മുൻപ് ആദ്യം വന്ന് ചേക്കേറിയത്. ഇപ്പോൾ അതിൽ നിറഞ്ഞു കവിഞ്ഞു. ഇതേ വീട്ടുകാരുടെ തന്നെ റബ്ബർ മരങ്ങളിൽ കയറി തുടങ്ങി. വവ്വാലുകളെ പേടിച്ച് തോട്ടത്തിൽ പോലും പണിയെടുക്കാൻ ആളുകൾ വരാതായി. റബ്ബറിൽ നിന്നുള്ള വരുമാനമാണ് ഇവരുടെ ജീവിതമാർഗം. 70 വയസ്സു പിന്നിട്ട ജാനകിക്കും ഭർത്താവായ നാരായണൻകുട്ടിക്കും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ്. ദേശമംഗലം പഞ്ചായത്തിലും വനം വകുപ്പിലും പരാതി നൽകിയെങ്കിലും അവർ വന്ന് പരിശോധന നടത്തി മടങ്ങുക മാത്രമാണ് ചെയ്തത്. പഞ്ചായത്ത് അധികൃതരോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു. ഒന്നിനും ഉപാധി കാണാനില്ല. ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ആയിരക്കണക്കിന് വവ്വാലുകൾ ഉള്ളതിനാൽ രാത്രിയും പകലും ശബ്ദമാണ്. കൂടാതെ ഇവയുടെ കാഷ്ടം നിറഞ്ഞ് പ്രദേശത്താകെ ദുർഗന്ധവുമുണ്ട്. സമീപത്തെ കുടിവെള്ള സ്രോതസ്സുകളും മലിനമാകുമെന്ന നിലയിലാണ്. വവ്വാലുകളിൽ നിന്നും നിപ്പ പോലുള്ളവ പടരുമെന്നതിനാൽ ഈ ഭാഗത്തുള്ള 15ഓളം കുടുംബങ്ങളും ഭീതിയിൽ കഴിയുകയാണ്. മരങ്ങൾ വെട്ടിമാറ്റാമെന്ന് കരുതിയാൽ റബ്ബർ അടക്കമുള്ള നിരവധി മരങ്ങൾ വെട്ടേണ്ടി വരും. ഇത് വരുമാനത്തെ ബാധിക്കും. പ്രായോഗികമല്ലാത്തതിനാൽ എന്ത് ചെയ്യണമെന്ന ആശങ്കയിൽ കഴിയുകയാണ് ഈ വീട്ടിലുള്ളവർ. പ്രദേശമാകെ വവ്വാൽ ഭീതിയിൽ കഴിയുകയാണ്. മാതൃഭൂമി ന്യൂസ് തൃശൂർ. ഈ നിപ്പയൊക്കെ വന്നതിന് ശേഷം അല്ലെങ്കിൽ വവ്വാൽ എന്ന് പറയുമ്പോഴേ ആളുകൾക്ക് പേടിയാണ്. അപ്പോൾ ഈ ആയിരക്കണക്കിന് വവ്വാലൊക്കെ ഒരു വീടിന് ചുറ്റും വന്നു കഴിഞ്ഞാൽ ആ വീട്ടുകാരും ബുദ്ധിമുട്ടിലായി, തൊട്ടടുത്തുള്ളവരൊക്കെ വല്ലാത്ത പേടിയുണ്ടാവും. ലിഷയ് പറയും. ലിഷയ് എന്ത് ചെയ്തിപ്പോൾ? ദിവിഷ, വവ്വാലുകളെ കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം. അതായത് 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഈ ഭർത്താവും ഭാര്യയും അവരുടെ ആകെയുള്ളൊരു ജീവിത മാർഗം എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. കൃഷിക്ക് വേണ്ടി തോട്ടത്തിൽ പണിയെടുക്കുന്നതിന് വേണ്ടിയെല്ലാം തന്നെ ആളുകൾ പുറത്തു നിന്നാണ് വരാറുള്ളത്, ജോലിക്കാരെല്ലാം വരാറുള്ളത്. പക്ഷേ ഇപ്പോൾ അവരും വരാതായി. പേടിച്ചുകൊണ്ട് തന്നെയാണ്. അതായത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് നിപ്പയൊക്കെ പകരുന്നത് വവ്വാലിൽ നിന്നാണെന്ന് ഉൾപ്പെടെയുള്ള ഗവേഷണ ഫലങ്ങളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈ സമയത്ത് ഇത്രയധികം വവ്വാലുകൾ ഒരു സ്ഥലത്ത് ചേക്കേറിയിരിക്കുന്നു. അവർ ആ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഈ വീടിന് ചുറ്റും കൂടി അവിടെയുള്ള മരത്തിൽ തന്നെ താമസിക്കുന്നു. അത് അവിടെ നിന്നും പോകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഈ കുടുംബത്തിന് ആകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പേടിച്ചിട്ട് ഈ പ്രദേശത്തുള്ള ഒരു 15ഓളം കുടുംബങ്ങളും ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഗവേഷക സംഘങ്ങളൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. ഇത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്നുള്ളതാണ്. അധിക നാളായില്ല. ആദ്യം വീടിന് മുൻപിൽ ഒരു മരത്തിൽ വന്നു, കുറച്ച് വവ്വാലുകൾ മാത്രം വന്നു. പിന്നീട് അതൊരു കൂട്ടമായി മാറി. ഇപ്പോൾ ആ പരിസരത്തെ എല്ലാ മരങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് അവിടെ ഇത്രയധികം വ്യാപിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ പരിശോധിക്കുകയും. അവരും പറയുന്നത് ആളുകളൊക്കെ അറിയിച്ചു. ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധർ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തട്ടെ, അല്ലെങ്കിൽ പാവം അവരുടെ ജീവിതമാണ് പ്രശ്നത്തിലാവുന്നത്. ശരി ലിഷോയ്.